എന്താണ് ആകപ്പാടൊരു മരവിപ്പ്? എന്ത് പറ്റി? എനിക്കറിയാം കാര്യം എന്താണെന്ന് പറയട്ടെ. അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ പോയി, സീറോ ബാലൻസ് ആണ്. എന്തു പറ്റി? EMI പിടിച്ചു. ഇതല്ലേ പോരാത്തതിന് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, വാട്ടറിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ ബില്ലുകൾ വരാനുണ്ടോ അതെല്ലാം വന്നിട്ടുണ്ട് ഈ മാസം. ലൈറ്റും ഫാനൊക്കെ അവിടെ ഇവിടെ കറങ്ങുന്നുണ്ട്, വീട്ടുകാരോട് ദേഷ്യം പിടിക്കുന്നുണ്ട്, ലൈറ്റ് ഇട്ട് വെച്ചതിന്, ആവശ്യമില്ലാത്തടത്തൊക്കെ ഫാൻ കറങ്ങുന്നതിന്, അല്ലെ ആകപ്പാട് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക. ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, അല്ലെങ്കിൽ റെന്റ് കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ മാന്ത്രികത ഇല്ലേ? നമുക്കൊന്ന് നിറച്ചു നോക്കാം. ഇതുവരെ നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിരിക്കുമ്പോൾ വന്ന ബില്ലുകൾക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ നന്ദി രേഖപ്പെടുത്താൻ? ആ നന്ദി രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ. അങ്ങനെ നന്ദി രേഖപ്പെടുത്തുമ്പോഴാണ് അടുത്ത മാസം തൊട്ട് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ധനത്തെ നമ്മൾ ആകർഷിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കൃതജ്ഞതയുടെ 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ഒരു പ്രത്യേക പരിശീലനമാണ്, ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത്. വന്ന ബില്ലുകൾക്ക്, അടച്ചുപോയ ബില്ലുകൾക്ക്, ഇനി വരാനിരിക്കുന്ന ബില്ലുകൾക്ക് ഒക്കെ നമ്മൾ കൃതജ്ഞത ഉള്ളവരാവാൻ പോവുക. അതെങ്ങനെയാണല്ലേ നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കും? കറണ്ട് ബില്ലെടുത്താലോ? നമ്മളെ ടെൻഷൻ അടിച്ച് ചൂടെടുത്തൊക്കെ വന്നപ്പോൾ AC ഇട്ടിട്ടുണ്ടാവില്ലേ? ആ ഒരു സമയം നമ്മൾ റിലാക്സ് ആയിട്ടുണ്ടാവില്ലേ? ആ ഒരു സമയത്തിന് നമുക്ക് നന്ദി പറഞ്ഞൂടെ? നമ്മൾ EMI എടുത്ത് വാങ്ങിയതാണെങ്കിൽ AC ഉണ്ടല്ലോ അല്ലേ? കറണ്ട് ബില്ല് അധികമായിട്ടാണെങ്കിലും നമ്മൾ ഫാൻ ഇട്ട് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നുണ്ടല്ലോ. അതിനൊക്കെ നമുക്ക് നന്ദി പറഞ്ഞൂടെ? നമ്മളത് ചെയ്തത് കൊണ്ടല്ലേ? സൂക്ഷിച്ചുപയോഗിക്കണം, എന്നാലും നമ്മളതിന് നന്ദിയുള്ളവരായിരിക്കണ്ടേ? പിന്നെ നമ്മുടെ കയ്യിലുള്ള iPhone EMI ആണ്, പക്ഷെ നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങളുണ്ട്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, ചാറ്റ് ചെയ്യാം, ഗൂഗിൾ ചെയ്ത് നോക്കാം, എന്തെല്ലാം കാര്യങ്ങൾ. അതിന് നമ്മൾ നന്ദി പറയണ്ടേ? നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ EMI ആണെങ്കിലോ, നമ്മൾ ഓടിച്ചു പോകുന്നില്ലേ? നമുക്കൊരു വാഹനം ഉണ്ടല്ലോ വീട്ടിൽ, ഒരു അത്യാവശ്യത്തിന്, അതിന് നമ്മൾ നന്ദി പറയണ്ടേ? അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഇനിയിപ്പോൾ ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല അല്ലേ? എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ തവണ അടച്ച ബില്ലുകൾ ഉണ്ടാവില്ലേ വീട്ടിൽ, ഒരു 5-6 ബില്ല് കൊണ്ടുപോവാ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ ബില്ല് അടയ്ക്കാൻ കഴിഞ്ഞതിന് നന്ദി നന്ദി നന്ദി, ആ തുകയ്ക്ക് നന്ദി 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 എന്ന് നമ്മൾ എഴുതാൻ പോവുക. ഇനിയിപ്പോൾ ഈ മാസത്തെ ബില്ലും കൂടെ എടുക്കുന്നു, എന്ത് ചെയ്യണം? ഈ ബില്ല് അടയ്ക്കാൻ ആവശ്യമായ തുകയ്ക്ക് നന്ദി നന്ദി നന്ദി. എന്നിട്ട് അടച്ചു കഴിഞ്ഞാലോ, നന്ദി, ബില്ല് അടയ്ക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. വട്ടായോ ചോദിക്കും, വട്ടല്ല. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, അപ്പം കാണാൻ നിങ്ങളുടെ ലൈഫിൽ മാന്ത്രികത നിറയുന്നത്. നിങ്ങൾ അടച്ച ബില്ലിന്മേൽ എത്രത്തോളം കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവോ അത്രത്തോളം മാന്ത്രികമായി നിങ്ങളിലേക്ക് പണം കാന്തം പോലെ ആകർഷിക്കപ്പെടും. നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിന് കൃതജ്ഞത അനുഭവിക്കുന്നുവെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അതിലധികമായി ലഭിക്കും. കൃതജ്ഞത നിങ്ങളുടെ പണവുമായി കാന്തം പോലെ ബന്ധിപ്പിച്ചിട്ടുള്ള സുവർണ നൂലാണ്. നിങ്ങൾ പണം നൽകുമ്പോൾ അതെല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു. തുല്യമായോ 10 മടങ്ങായോ ഒരുപക്ഷെ 100 മടങ്ങായോ തിരികെ എത്തുന്നു. നിങ്ങളിലേക്ക് സമൃദ്ധി എത്തുന്നത് നിങ്ങൾ നൽകിയ പണത്തിൻ്റെ പേരിലല്ല, നിങ്ങൾ അർപ്പിച്ച കൃതജ്ഞതയുടെ പേരിലാണ്. 50 രൂപയുടെ ഒരു ബില്ലിന്മേൽ നിങ്ങൾ അർപ്പിക്കുന്ന നന്ദി നിങ്ങളിലേക്ക് 100 കണക്കിന് രൂപ എത്തിച്ചേക്കാം. നന്ദി ഉള്ളവന് കൂടുതൽ കൊടുക്കും, ഇല്ലാത്തവന് ഉള്ളത് കൂടി എടുത്തു കളയുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതെന്താ? നന്ദി ഉള്ളവന് കൂടുതൽ കൊടുക്കും, കൂടുതൽ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ എല്ലാറ്റിനോടും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളോടും നമ്മൾ നന്ദിയുള്ളവരാവാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 9ാമത്തെ ദിവസമാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും അടയ്ക്കാനുള്ള ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുക. എന്നിട്ട് എന്തൊക്കെയാണെന്ന് ചെയ്യേണ്ടത്? മറന്നോ? രാവിലെ തൊട്ട് രാത്രി വരെയുള്ള 10 അനുഗ്രഹങ്ങൾ എഴുതുക. ഇത് പ്രാക്ടീസ് ചെയ്യുക. ബില്ലിന് നന്ദി പറയുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മാന്ത്രിക കല്ലെടുത്ത് 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. പ്രാക്ടീസ് ചെയ്യണേ. ഒരു കാര്യം പറയാൻ മറന്നു, 28 ദിവസം തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്യണം കേട്ടോ. ഒരു ദിവസം പോലും മുടക്കരുത്. ആദ്യം മുതൽ കാണാത്തവർ ഡേ 1, ഡേ 2, ഡേ 3 തൊട്ട് കണ്ടുവരിക. ഇന്നിപ്പോൾ 9ാമത്തെ ദിവസമാണ്. 28 ദിവസം തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ
തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. ഞാൻ ഗ്യാരണ്ടിയാണ്. ലവ് യു ഓൾ.